നിറക്കൂട്ട് വ്ളോഗ്സിൻ്റെ ഒരു വ്ളോഗിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഒരു പ്രത്യേകതരം സന്തോഷം കൂടി ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ഏരിയയിലെ പാലോട് എന്ന പ്രദേശത്ത് 60ാമത് നടക്കുന്ന മേളയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. 10 ദിവസത്തെ മേളയാണ് ഇവിടെ കൊണ്ടാടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന സ്ഥലത്താണ് ഈ മേള നടക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തെ മേളയാകുമ്പോൾ പിന്നെ പോയില്ലെങ്കിൽ മോശം അല്ലേ. അപ്പോൾ ഞങ്ങളും പോയിരുന്നു മേള കാണാനായിട്ട്. മേളയിൽ ജനസാഗരമായിരുന്നു, നല്ല തിരക്കായിരുന്നു. ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രീയും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. മേളയിലെ ഓരോരോ കാഴ്ചകളും സ്റ്റോളുകളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു കാഴ്ചകൾ പറയുന്നതിനേക്കാൾ കണ്ടറിയുന്നതല്ലേ നല്ലത്. അപ്പോൾ നിങ്ങളും കണ്ടോളൂ. മനോഹരങ്ങളായ കൃഷ്ണവിഗ്രഹങ്ങളും അതിമനോഹരമായ പൂക്കളും ഒരുമിച്ച് വന്നപ്പോൾ നല്ലൊരു കാഴ്ച വിരുന്നായിരുന്നു. ഈ കാഴ്ച വിസ്മയങ്ങൾ ഫെബ്രുവരി 16 അവസാനിക്കുകയാണിവിടെ. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഉള്ളവർക്കൊക്കെ ഒന്ന് കാണാനുള്ള അവസരം ഉണ്ട്. താല്പര്യമുള്ളവർ എന്തായാലും വന്ന് കണ്ടേക്കൂ. കുട്ടികൾക്ക് കളിക്കാനായിട്ട് പലതരത്തിലുള്ള റൈഡുകളും അവിടെ ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റുകളൊക്കെ അതിൽ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി സന്ധ്യയായാൽ ലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ കുറച്ചുകൂടി ഭംഗിയായി നമുക്കതൊക്കെ കാണാൻ കഴിയും. പണ്ടുകാലത്ത് നമ്മൾ ഏറെ ആസ്വദിച്ച് കഴിച്ചിരുന്ന പലതരത്തിലുള്ള മിഠായികളും അവിടുത്തെ സ്റ്റോളുകളിൽ ഉണ്ടായിരുന്നു. പണ്ടത്തെ ആ മിഠായികളെല്ലാം കണ്ടപ്പോൾ ഏതൊക്കെ വാങ്ങിക്കണമെന്ന കൺഫ്യൂഷനായിരുന്നു. എത്ര തന്നെ വെറൈറ്റീസ് മിഠായികൾ ഉണ്ടെങ്കിൽ തന്നെയും എനിക്കെപ്പോഴും ഇഷ്ടമുള്ള ഒരു നെസ്റ്റാൾജിക് മിഠായി ഉണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാ പ്രാവശ്യവും മിസ് ചെയ്യാതെ വാങ്ങാറുണ്ട്. ഏതാണെന്ന് മനസ്സിലായില്ലേ? പുളിമിഠായിയാണ് കേട്ടോ. മേളയുടെ ഭാഗമായിട്ടുള്ള സെൽഫി പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയി ഫോട്ടോസ് എടുക്കാനും ഞങ്ങൾ മറന്നില്ല. മേളയുടെ ഉള്ളിലേക്ക് കയറിയാൽ സമയം പോകുന്നത് അറിയേയില്ല. പല കാഴ്ചകളും പല സ്റ്റാളുകളും കണ്ട് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടേയിരിക്കും. ചില സ്റ്റാളുകളിലൊന്നും ഞങ്ങൾ കയറിയതേയില്ല, കാരണം അവിടെയെല്ലാം നല്ല തിരക്കായിരുന്നു. എന്നിരുന്നാലും തിരക്ക് കുറഞ്ഞ സ്ഥലത്തു കൂടിയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളും മേളയുടെ ഭാഗമായി. എന്ത് മനോഹരങ്ങളായ പാവക്കുട്ടികളാണെന്ന് നോക്കിയേ. എന്ത് മനോഹരങ്ങളായ പൂക്കളാണെന്ന് നോക്കൂ. ഈ ചെടികൾ വാങ്ങുന്നതിനുള്ള അവസരവും ഇവിടെ ഉണ്ടായിരുന്നു. പൂക്കളാൽ നിറഞ്ഞിരിക്കുന്ന ഈ കാഴ്ച എല്ലാവർക്കും മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ്. പല നിറത്തിലുള്ള കടലാസ് ചെടികളും പല നിറത്തിലുള്ള റോസാപ്പൂക്കളുമായി നിറഞ്ഞിരുന്നു. പല വെറൈറ്റി ചെടികളും പല വെറൈറ്റി പൂക്കളും നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു അവിടെ. ഇത് വീടിനടുത്തുള്ള മാമനാണ് കേട്ടോ. മാമൻ ഇട്ടേക്കുന്ന സ്റ്റാളാണ്. സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളുടെ കാഴ്ചയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. മേളയുടെ കുറച്ചധികം കാഴ്ചകൾ മാത്രമേ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ കഴിയുന്ന വീഡിയോകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.